ഇതെന്തോ അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ എത്ര നേരം കൊണ്ട് നോക്കി പോസ്റ്റായി മനുഷ്യൻ. ഇതാരടാ മതിലൊക്കെ ചടിക്കട വണ്ടി ഇവിടെ. എന്താണ് ഇത്രയും താമസിച്ചത്? എത്ര നേരം നിൽക്കുന്നറിയാം അവിടെ? അതേ കുറെ നേരമായി വന്നിട്ട്. കുറെ നേരമായോന്ന്. എന്ത് വേഷം ഇത്? ഒരു ബാറ്റ്മാന്റെ വേഷം നോക്കടാ, നിക്കറും ഉടുപ്പും. പിന്നെ സ്പൈഡർമാൻ സൂപ്പർ. ചൂടളിയാ അളിയതാ താമസം. അളിയന്റെ കാർ എന്ത് ചെയ്യേ? കാറിന്റെ കാര്യമൊന്നും പറയണ്ട, ഇന്നലെ MBD തൂക്കി. ഇനി അവന്മാർ ആ 4 ടയർ മാറ്റിയാലേ തരുള്ളൂന്ന് പറയണേ. അയ്യോ എന്നിട്ട് നടന്ന് ബസ്സിൽ കയറാൻ പറ്റും ഇതും വെച്ചോണ്ട്. ആന്നളിയെ ബസ്സിൽ കയറാൻ പറ്റുമോ? എവിടെയും വല ഇട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങും ഇല്ല. പിള്ളേരാണെങ്കിൽ സ്പൈഡർ മാമാന്ന് വിളിയോട് വിളി. മടുത്തളിയാ ഇവിടെ. അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ഒറ്റ ജോഡി ഡ്രസ്സാണ് കൊണ്ടുവന്നത്. അത് കഴുകിയിട്ട് ഇത് അവിടുത്തെ രാജവണ്ണൻ്റെ കയ്യിൽ കൊടുക്കുക. പിന്നെ ഇവിടുത്തെ വെയിലടിച്ച് കളറും പോയി ദേഹത്തെ. പക്ഷേ അമേരിക്കയിൽ നിന്നപ്പോൾ ഞാൻ എങ്ങനെ ഇരുന്നതാ? സെയിം അവസ്ഥ എൻ്റെ. ഗോതം സിറ്റിയിൽ രാജാവിനെ പോലെ ജീവിച്ചതാണ്. ഇവിടെ വന്ന് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ വല്ല ആ പൈൻ്റെ നിക്കർ വിട്ടുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. അളിയ ഇപ്പോൾ താമസം എവിടാ? ഞാൻ ബാബുമേശിന്റെ വീടിന്റെ മേളില്. ഓ നമ്മുടെ മറ്റേ തെക്കേടത്തെ. ഓ നീയോ? ഞാൻ നമ്മുടെ രാജവണ്ണയില്ലേ, രാജവണ്ണൻ പെയിന്റിങ്ങിന്റെ പണിക്ക് വന്നേ. മറ്റേ സുധാകരന്റെ അണ്ണന്റെ വീടിന്റെ മേളിൽ തന്നെ ഞാനും താമസം. അവിടെ വാടകയ്ക്കാ. നീ വാടകയ്ക്കാണോ താമസിക്കുന്നത് ഇപ്പൊ? ഓ വാടകയ്ക്ക്. ഈ വാടക പൈസ ഒക്കെ നീ എങ്ങനെ കൊടുക്കും? അളിയ അതിപ്പോ ഞാൻ രാജവണ്ണന്റെ കൂടെ പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുന്നുണ്ട്. ഡെയിലി 1000 രൂപ വെച്ച് കിട്ടും. അത് വെച്ച് ഇങ്ങനെ ഓടിക്കുന്നു. അളിയന്റെ ചെലവൊക്കെ എങ്ങനെ നടക്കുന്നു? വണ്ടി കിട്ടുമ്പോൾ ബാബുമേശിന്റെ മേക്കാനെല്ലാം പോകേണ്ടി വരും. ശേഷം യൂബർ എടുക്കാം. ഓഹോ അത് നല്ലൊരു ആശയം. പണിക്ക് പോകുന്നത് നല്ലൊരു ആശയം കേട്ടോ. അല്ല നീ പിന്നെ മറ്റേ കന്യാകുമാരിലെ കല്യാണത്തിനകത്തുണ്ട് മറ്റേ വെള്ളിയാഴ്ച വിളിച്ചില്ല നമ്മളെല്ലാരും നിന്നപ്പം? ഓ നമ്മളെല്ലാം നിന്നെ വിളിച്ച അളിയ. ഞാൻ ആ കല്യാണത്തിന് ഇറങ്ങി. എന്നിട്ട് ഞാൻ വള്ളക്കട വരെ വന്ന് പിന്നെ അവിടുന്ന് മറ്റേ നേരെ എന്നെ ചെല്ലിയോ. ഈ വല ഇട്ട് പോകാൻ എന്തെങ്കിലും വേണ്ടേ? അവിടെ ഒന്നുമില്ല. പിന്നെ ഞാൻ തിരിച്ചു പോയി. എനിക്ക് ഇതിട്ട് വല്ലേ വരാൻ പറ്റൂ. നിങ്ങൾക്ക് കാറുണ്ട്, നിങ്ങൾക്ക് അങ്ങ് പോവാം. അല്ലെ എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോയായിരുന്നു. ഞാൻ എത്ര നേരം അവിടെ നോക്കിയത്. നല്ല വിഷമം. നല്ല ചാപ്പാടായിരുന്നു. പിന്നെ അളിയോടെ പറ്റത്തില്ല അളിയ. എത്ര നാളാന്നിറങ്ങും ഒരു പോളെ കണ്ണടച്ചിട്ട്. നമ്മളൊക്കെ മറ്റേ വവ്വാൻ്റെ ആൾക്കാരല്ലേ. നമുക്ക് തലകുത്തനെ കിടന്നാലേ ഉറക്കം വരുത്തും. ബാബുമേശിന്റെ വീടിൻ്റെ മുകളിൽ എവിടെ പോയി കിടക്കുന്നേ? ഒട്ടും പറ്റാതെ വരുമ്പം ഞാൻ പോയി ഫ്രണ്ട്സ് സൈഡിൽ പോയി തലകുത്തനെ കിടക്കും. അവിടെ കുറേ നേരം കിടക്കാനും പറ്റത്തില്ല. ആരെങ്കിലും പറഞ്ഞ് ഓളി നോക്കണം. ആ വള്ളി എൻ്റെ തലയിൽ. ഓഹോ നിങ്ങൾക്ക് സൺഷൈഡിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമല്ലേ? കാരണം നമ്മൾ വവ്വാൻ്റെ ആൾക്കാരല്ലേ. എനിക്ക് പിന്നെ ഉറക്കത്തിൻ്റെ കാര്യം പ്രശ്നമില്ല അളിയാ. ഞാൻ പിന്നെ 4 വല ഇട്ടിട്ട് അവിടെ കിടന്ന് ഉറങ്ങും. പിന്നെ ബോറടിക്കുവാണെങ്കിൽ ഒരു 10 പേരിന് ചിലന്തിക്ക് വീട് വെച്ച് കൊടുക്കും. ഇങ്ങനെയൊക്കെ ഞാനങ്ങ് സമയം പോക്കുക. പിന്നെ നീ നമ്മുടെ ഹൽക്കിൻ്റെ കാര്യം പറഞ്ഞാ? എന്താ പറ്റി? അയ്യോ അവൻ 10,000 അമ്മൂമ്മയുടെ അകത്ത് അകപ്പെട്ടു പോയില്ലയോ? അമ്മൂമ്മയുടെ അടുത്തായി പോയി. ആ സംഭവം അറിയണമെങ്കിൽ പാർട്ട് 2 എടാ എന്നാൽ ഞാൻ പോവാ കേട്ടോ. എനിക്ക് മണക്കാട് വരെ ഒന്ന് പോകണം. വിട്ടോടാ. ഓക്കെ ശരിയെന്നാ ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. ഇവിടെ വലയുടെ ഒരു പോയോ ഇല്ലയോ? അറിയണേ വണ്ടി കിട്ടിയായിരുന്നെ കയറി പോവായിരുന്നു.